السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അവസാനമായി സംസാരിച്ചിരുന്നത് വെള്ളിയാഴ്ച ജുമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ജുമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖുതുബ എന്ന് പറയുന്നത്. ജുമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഖുതുബ. വെള്ളിയാഴ്ച ജുമ നമസ്കാരത്തിന് മുമ്പ് ഖുതുബ നിർവഹിക്കല് ഷർത്താണ്, അതിന്റെ നിർബന്ധത്തിൽപ്പെട്ടതാണ്. ഖുതുബ എന്ന് പറഞ്ഞത് ജനങ്ങളോടുള്ള ഒരു ഉപദേശമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വദറുൽ ബൈഅ, നിങ്ങൾ കച്ചവടം വ്യാപാരങ്ങൾ ഒഴിവാക്കുക. ദാലിക്കും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മനസ്സിലാക്കുന്നുവെങ്കിൽ എന്നാണ്. ഇവിടെ ഈ ആയത്തില് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള അർത്ഥം ഇമാമിന്റെ ഉപദേശം എന്നാണ്. അപ്പൊ ഇമാമിന്റെ ഉപദേശത്തിലേക്ക് വരിക എന്നാണ് ആ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു ജരീർ, തഫ്സീർ ഇബ്നു ജരീർ, അതില് അദ്ദേഹം വിവരിക്കുന്നുണ്ട്, അദ്ദിക്ർ വഅമ്മദ്ദിക്ർ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അല്ലദീ അമറല്ലാഹു തബാറക വതആല ബിസ്സഇ ഇലൈഹി ഇബാദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് വേഗത്തിൽ വരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫൈന്നഹു മൗഇലത്തുൽ ഇമാമി ഫീ ഖുതുബതിഹി, അത് ഇമാമ് ഖുതുബയിൽ നടത്തുന്ന ഉപദേശമാണ്, സദുപദേശങ്ങളാണ് എന്നാണ് തഫ്സീർ തബരിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതേപോലെ തന്നെ വേറെ പല തഫ്സീറിലും ബഗ്വിയിലും അതുപോലെ പല തഫ്സീറുകളിലൊക്കെ സഈദ് ഇബ്നു മുസയ്യിബിൽ നിന്ന് ദിക്റിന് ഇമാമിന്റെ ഉപദേശം എന്ന അർത്ഥം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇമാമിന്റെ ഉപദേശമാണ് ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവലം ഒരു വായനയോ ആരെങ്കിലും എഴുതിയത് വായിക്കലോ അല്ല. ഒരു സമൂഹത്തിന്, ആ മഹല്ലിലുള്ള ആളുകൾക്ക് ആവശ്യമായ നിർദ്ദേശ നിയമ ഉപദേശങ്ങൾ നൽകലാണ് ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അത് ജുമയുടെ ഷർത്താണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഷർത്തില്ലെങ്കിൽ പിന്നെ ജുമഅ അല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയെ കുറിച്ച്, കാന നബിയു യഖ്തുബു ഖായിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് ഖുതുബ പറയുമായിരുന്നു. സുമ്മ യഖഉദ്, പിന്നെ അവിടുന്ന് ഇരിക്കും. സുമ്മ യഖൂമു, എന്നിട്ട് പിന്നെയും എഴുന്നേൽക്കും. അപ്പൊ രണ്ട് ഖുതുബ, ആ ഖുതുബക്കിടയിൽ ഒന്ന് ഇരിക്കുമായിരുന്നു. കമാ തഫഅലൂന, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ എന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഖുതുബയുടെ രീതി. അതേപോലെ തന്നെ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഖായിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് ഖുതുബ പറയും. സുമ്മ യജ്ലിസ്, പിന്നീട് ഇരിക്കും. സുമ്മ യഖൂമു ഫയഖ്തുബു ഖായിമൻ, വീണ്ടും നിന്ന് ഖുതുബ പറയും. ഫമൻ നബ്ബഅക അന്നഹു കാന യഖ്തുബു ജാലിസൻ, അതായത് ഈ ഖുതുബ എന്ന് പറയുന്നത് ഒരു ഇബാദത്തുമാണ്, അതോടൊപ്പം ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഉപദേശമാണ് ആ ഇബാദത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു കൊണ്ട് ഖുതുബ പറയാ എന്നുള്ളത് നബി ചെയ്തിട്ടില്ല. നിന്നുകൊണ്ടാണ് ഖുതുബ നിർവഹിച്ചിരുന്നത് എന്നാണ് ഈ ഹദീസൊക്കെ പഠിപ്പിക്കുന്നത്. അതേപോലെ രണ്ട് ഖുതുബക്കിടയിൽ ഇരിക്കലും ഖുതുബയുടെ രീതിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ കാന യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആൻ, അവിടുന്ന് ഖുർആൻ ഓതും. ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് വയുദക്കിറുന്നാസ്, ആളുകളെ ഉപദേശിക്കലാണ്, തദ്കീർ, ഉത്ബോധനം നൽകുക.
ഇമാം നവവി റഹ്മഹുല്ല, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മഹുല്ല പറയുന്നു, വൽ ജുമുഅത്തു ലാ തസിഹു ഇല്ലാ ബി ഖുതുബത്തി. രണ്ട് ഖുതുബ അല്ലേ ജുമുഅ ശരിയാവില്ല. അപ്പൊ ജുമുഅ എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറയുന്നുണ്ട്, ഹസല ഇൻ സഹൽ ഖതീബു വഖതബ ബിന്നാസി ഖുതുബതൻ വാഹിദതൻ. മറന്നുകൊണ്ട് ഇമാം എന്തിയാണ് ഒരു ഖുതുബ നടത്തിയാൽ, രണ്ട് ഖുതുബയാണ് നിർബന്ധം. സല്ല ബഅദഹ ബിന്നിസാഇ ഹൽ ഹാദിഹിൽ ജുമുഅത്തു സഹീഹുൻ അം ലാ. എന്നിട്ട് ഒരു ഖുതുബ മാത്രം നടത്തി ജുമുഅ നിസ്കരിച്ച ശരിയാകുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യജിബു അലൽ ഇമാമി വൽ മഅ്മൂമീന അൻ യുഈദുഹാ ളുഹ്റൻ. അവർ ളുഹ്ർ മടക്കി നിസ്കരിക്കണം. ആ ജുമുഅ ശരിയാവില്ല ഒരു ഖുതുബ മാത്രം നടത്തിയാൽ. അപ്പൊ രണ്ട് ഖുതുബ നിർബന്ധമാണ്. അതല്ലെങ്കിൽ ളുഹ്ർ നിസ്കരിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് 4 പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഖുതുബയുടെ രീതികളെ കുറിച്ചുള്ള ഒരു കുറഞ്ഞ രൂപം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, അള്ളാഹുവിനെ സ്തുതിക്കണം. ഖുതുബക്ക് അള്ളാഹുവിനെ അൽഹംദുലില്ലാഹ് എന്ന് പറയൽ നിർബന്ധമാണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഖുതുബ പറയേണ്ടത്. അത് ഹദീസിൽ ധാരാളം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന് അർഹമായ രീതിയിൽ എന്ത് ചെയ്യണം, വാഴ്ത്തണം. അത് നമ്മൾ സാധാരണ ഖുതുബയിൽ കേൾക്കുന്നുണ്ടല്ലോ, തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി എന്ന് തുടങ്ങുന്ന അതൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തലും അള്ളാഹുവിനെ സ്തുതിക്കലുമാണ്. അതില്ലെങ്കിൽ ഖുതുബ എന്ത് ചെയ്യൂല, ശരിയാവില്ല. അത് അറബിയിൽ തന്നെ വേണം എന്നാണ് പല ഇമാമുകളുടെയും അഭിപ്രായം. ഇമാം ഷാഫിയൊക്കെ അത് അറബിയിൽ തന്നെ ആയിരിക്കണം എന്ന നിബന്ധനയാണ്. നമ്മളൊക്കെ അത് അറബിയിൽ തന്നെയാണ് ചൊല്ലി വരാറുള്ളത്. പിന്നെ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലൽ. ഖുതുബയില് ഹംദ് കഴിഞ്ഞാൽ പിന്നെ സലാത്ത് ചൊല്ലും. അതാണ് നമ്മൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് പറയുന്ന സലാത്ത് ചൊല്ലാറുണ്ട്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതിൽ കാണാം, ഇന്ന ദുആ മൗഖൂഫുൻ ബൈന സമാഇ വൽ അർദ്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ വരെ അത് ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിൽ എന്ത് ചെയ്യും, പ്രാർത്ഥന തടഞ്ഞു വെക്കപ്പെടും. ലാ യസ്അദു മിൻഹു ശൈഉൻ ഹത്താ തുസല്ലി അലാ നബിയിക്. അതിൽ നിന്നൊന്നും മേലോട്ട് ആകാശത്തേക്ക് ഉയരുകയില്ല അള്ളാഹുലേക്ക്, ഹത്താ തുസല്ലി അലാ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സലാത്ത് ചൊല്ലുന്നവരെ. അപ്പൊ ഏതൊരു ഇബാദത്തിനും മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മാതൃകയുള്ള സലാത്ത് നമ്മൾ ചൊല്ലണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഖുതുബയിലും നമ്മൾ സലാത്ത് ചൊല്ലുന്നു, നിസ്കാരത്തിൽ നമ്മൾ സലാത്ത് ചൊല്ലുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഹംദും സലാത്തും എന്നുള്ളത് വളരെ അനിവാര്യമാണ്. നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഹംദ് ചെയ്ത് സലാത്ത് ചൊല്ലി ദുആ ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യത ഉള്ളതാണ്. മൂന്നാമത്തത്, ആയത്ത് ഓതുക. ഖുതുബയിൽ ഒരു ആയത്ത് ഓതിയിരിക്കണം എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ വിവരിച്ചപ്പോൾ പറഞ്ഞല്ലോ, കാനത്തിൽ നബി ഖുതുബത്താനി യജ്ലിസു ബൈനഹുമ. നബിക്ക് 2 ഖുതുബ ഉണ്ടായിരുന്നത്, അതിന്റെ ഇടയിൽ ഇരിക്കും. യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. അവിടുന്ന് ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഈ ഹദീസിന്റെ വിശദീകരണത്തില് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയാണ്, ഫീഹി ദലീലുൻ ലിശ്ശാഫിഈ. ഇമാം ഷാഫിക്ക് ഈ ഹദീസിൽ തെളിവുണ്ട്. അന്നഹു യുസ്തറത്തു ഫിൽ ഖുതുബത്തി അൽ വഅദു വൽ ഖിറാഅത്തു. ഖുതുബയിൽ ഷർത്താണ് എന്ത്, വഅദ് ഉണ്ടായിരിക്കണം. വഅദ് പറഞ്ഞ ഉപദേശം അതുണ്ടാവണം. അതേപോലെ വൽ ഖുർആൻ, ആയത്ത് ഓതുക എന്നുള്ളതും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഖുതുബയിൽ ഒരു ആയത്ത് ഓതലും അതേപോലെ ഖുതുബ വഅദായിരിക്കുക എന്നുള്ളത്. അത് നമ്മൾ അറബി വായിച്ചാൽ വഅദ് കിട്ടൂല. ഒരാൾ എഴുതിയത് അറബിയിൽ അങ്ങനെ നമ്മൾ മലയാളികൾക്കിടയിൽ വായിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഉത്ബോധനാണില്ല, വഅദുണ്ടാണില്ല. യുദക്കിറുന്നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും എന്ന് പറയുന്നത് ആ ഖുതുബയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടൂല. അപ്പൊ ഇമാം ഷാഫി ആകട്ടെ, ഏത് ഇമാമുകളുടെ ഇത് നോക്കിയാലും ഖുതുബയുടെ സാരം, ആ ഖുതുബയുടെ ലക്ഷ്യം നമുക്ക് കിട്ടണമെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന, ഉൾക്കൊള്ളുന്ന ഭാഷ. അതിനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തന്നെ പറയുന്നുണ്ട്, ലാ യസിഹുൽ ഖുതുബത്താനി, 2 ഖുതുബയും ശരിയാവുകയില്ല, ഇല്ലാ ബിഹംദില്ലാഹി തആല വസ്സലാത്തി അലാ റസൂലില്ലാഹ്. ഹംദ്, അള്ളാഹുവിനെ സ്തുതിക്കലും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലലും ഇല്ലെങ്കിൽ ഖുതുബ ശരിയാവില്ല. എന്നിട്ട് പറയാണ് വൽ വഅദി, അതിൽ വഅദും ഉണ്ടായിരിക്കണം. അത് ഇമാം ഷാഫിന്റെ വാക്കാണ്.
അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നത് ഈ വഅലും അതിൽ ഉൾക്കൊണ്ടിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഹാദിഹി സലാസത്തു വാജിബാത്തുൻ ഫിൽ ഖുത്ബത്തൈൻ. ഈ 3 കാര്യങ്ങളും ഖുത്ബയിലെ നിർബന്ധമായ കാര്യമാണ്. ഹംദ്, സ്വലാത്ത്, വഅല്, ഇത് 3 നിർബന്ധമാണ്. 4-മത്തത് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. അതായത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങളും വിധിവിലക്കുകൾ പാലിക്കണം എന്ന് പറയുന്ന തഖ്വ കൊണ്ടുള്ള വസിയത്ത്. അത് നമുക്ക് സാധാരണ നമ്മുടെ ഖുത്ബകളിലൊക്കെ ഹംദും സലാത്തും കഴിഞ്ഞാല് പിന്നെ പറയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആളുകളോട് പ്രത്യേകം. പിന്നെ ഖുത്ബയിൽ മുഴുവനും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള വാക്കുകളാണ്. അപ്പൊ തഖ്വ കൊണ്ടുള്ള ഒരു വസിയത്ത് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഷഹാദത്ത് ചൊല്ല്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലു എന്ന് പറയുന്ന ഷഹാദത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു കുല്ലു ഖുത്ബത്തിൻ ലൈസ ഫീഹാ തശഹ്ഹുദുൻ. തശഹ്ഹുദില്ലാത്ത എല്ലാ ഖുത്ബയും ഫഹിയ കൽ യദിൽ ജദ്മാ, അത് സ്വീകാര്യമല്ലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തശഹ്ഹുദില്ലാത്ത ഖുത്ബ മുറിഞ്ഞ കൈയിനെ പോലെയാണ്. മുറിഞ്ഞ കൈ എങ്ങനെ, അതിന്റെ ഒരു ഫായിദല്ലാത്ത അതുപോലെയാണ് ഉണ്ടാകുക. അപ്പൊ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി സലാം പറഞ്ഞ് ബാങ്ക് വിളിക്കുകയും ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഖത്തീബ് ഇരിക്കുന്നു. എന്നിട്ട് അതിനുശേഷം എഴുന്നേറ്റിട്ട് ഇന്നൽ ഹംദ ലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു തുടങ്ങി പിന്നെ ഇന്ന അസ്തഖൽ ഹദീസ് കിതാബുല്ലാഹ്. അതൊക്കെ നബിയുടെ സാധാരണ ഖുത്ബയിൽ നമ്മൾ ഒരു ഖുത്ബന്റെ മുഖവുരയായിട്ട് കേൾക്കാറുണ്ടല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചൊല്ലിയിരുന്നാണ്. എന്നാൽ അതിനുശേഷം ഹംദും സലാത്തും തഖ്വയുടെ വസിയത്തും കഴിഞ്ഞാൽ പിന്നെ നബി ചൊല്ലിയിരുന്ന ഖുത്ബകളൊന്നും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തിയ ഖുത്ബകൾ നോക്കുകയാണെങ്കിൽ ഒക്കെ വ്യത്യസ്ത രീതികളിലാണ്, ഒരേപോലെയല്ല. പല രീതിയിലുള്ള പല സമയത്തും പല ഉപദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന വെള്ളിയാഴ്ച ഇന്ന ഖുത്ബ നടത്തണം എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നത് രീതി ശരിയല്ല. സാന്ദർഭികവും സാഹചര്യവും അനുസരിച്ച് ആളുകൾക്ക് കൊടുക്കേണ്ട വിശദീകരണങ്ങളാണ്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയുടെ തുടക്കത്തിൽ 3 ആയത്തുകൾ ഓതും. ഒന്ന് ആൽ ഇംറാനിലെ 102-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതുമായിരുന്നു. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത് മുറപ്രകാരം സൂക്ഷിക്കുക, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെടരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതേപോലെ സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്ത് ഓതും, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ജനങ്ങളെ, നിങ്ങളെ ഒരൊറ്റ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ച പടച്ച റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കതീറൻ വനിസാ തുടങ്ങുന്ന ദീർഘമായ ഒരായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട്. അതേപോലെ അഹ്സാബിലെ 70-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഇതിലൊക്കെ തഖ്വ കൊണ്ടും പടച്ച റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കേണ്ട സൂക്ഷിക്കേണ്ട കാര്യങ്ങളുമാണ് ഇതിലൊക്കെ നമ്മളോട് എന്ത് ചെയ്യുന്നു പറയുന്നത്. ഈ 3 ആയത്തുകൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ട്. അപ്പൊ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. അതേപോലെ നബിയുടെ ഖുത്ബ, നബി ഖുത്ബ പറയാൻ തുടങ്ങിയാൽ പിന്നെ ഇഹ്മറത്ത് ഐനാഹു, 2 കണ്ണുകൾ ചുവക്കും, വഅലാ സൗതുഹു, ശബ്ദം ഉച്ചത്തിലാവും, വസ്തദ്ദ ഗളബുഹു, ചിലപ്പോ ചില കാര്യങ്ങൾ പറയുമ്പോ എന്ത് ചെയ്യും, അതിന്റെ കാര്യഗൗരവം കൊണ്ട് കോപം കഠിനമാകും. ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സൈന്യത്തിന് താക്കീത് നൽകുന്ന പോലെ, യുദ്ധത്തിന് പോകുന്ന സൈന്യത്തിനോട് താക്കീത് നൽകി അവരെ എങ്ങനെയാണ് പറഞ്ഞയക്കേണ്ടത് അത്രമാത്രം ഈ ഉമ്മത്തിന് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താല്പര്യം കാണിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഖുത്ബ ചുരുങ്ങിയതും നിസ്കാരം ദീർഘവുമായിരിക്കണം എന്നാണ് സുന്നത്ത്. നമ്മളെ തിരിച്ചാണെന്ന് സാധാരണ നമുക്ക് ആളുകളെ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുള്ളൂ. ആ സമയത്ത് എന്ത് ചെയ്യും, കുറച്ചു നേരം ഉപദേശം കൊടുക്കും. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ കുറച്ച് ചുരുങ്ങിയതും നിസ്കാരം ദീർഘമായിട്ടും ആയിരിക്കും. ജുമയും അതുപോലെ മുനാഫിഖൂനൊക്കെ ഓതും ദീർഘമായിട്ട്. അതേപോലെ സബ്ബിസ്മ റബ്ബിക്കൽ അഅല, അതേപോലെ അല്ലാ തഅക ഹദീസുൽ ഗാശിയ, ഈ സൂറത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുമായിരുന്നു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ വിവരിക്കാൻ സർവശക്തനായ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.